എൻ്റെ നാട്ടിലെ ചില ആൾക്കാർ എന്നെ ജയന്തി താത്ത എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും എന്നോട് പറയും, ഇനിയിപ്പോൾ തട്ടവിട്ട് കാണേണ്ടി വരുമോ, പള്ളിക്കണ്ടി വന്ന് കാണേണ്ടി വരുമോ. എന്നോട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞത്, മുസ്ലിം ലീഗല്ലേ, അവർ സംരക്ഷിക്കും, പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോകാം. നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ്. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമേശയുടെ സൈഡിലൊരു ചെയർ ഇടിപ്പിച്ച് അവിടെ എന്നെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചത് ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ല എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ്. ആദിവാസി പിന്നോക്ക സമൂഹം തിങ്ങിപ്പറക്കുന്നൊരു മേഖലയാണ്. അവിടെ ഒരു മാറ്റി നിർത്തപ്പെടലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ സംസാരം കേൾക്കുമ്പോൾ ഇടപെടാൻ കഴിയാത്ത വിധത്തിൽ മനോഹരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദിക്കാനുള്ളത്, എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ പഠിച്ചത്? പ്രിയപ്പെട്ടവരെ, സാഗർ ടോക്സിലേക്ക് സ്വാഗതം. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ദേശീയ അസിസ്റ്റൻറ്റ് സെക്രട്ടറി ജയന്തി രാജനാണ് നമ്മുടെ കൂടെയുള്ളത്. സ്വാഗതം. നമ്മൾ ഒരു അനൗപചാരിക സംഭാഷണമാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ വിശേഷങ്ങൾ പറഞ്ഞു തുടങ്ങാം എന്നാണ് വിചാരിക്കുന്നത്. അതായത് എവിടെയാണ് നാട്, അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തുടങ്ങാം. നാടെന്ന് പറയുന്നത് വയനാട് ജില്ലയാണ്. വയനാട് ജില്ലയിലെ പുൽപ്പള്ളിക്കടുത്ത് ഇരുളം എന്ന് പറയുന്ന ഒരു കൊച്ച് വനഗ്രാമത്തിൽ നിന്ന് ആണ് ഞാൻ വരുന്നത്. പ്രകൃതി ഭംഗിയൊക്കെയുള്ള കാലാവസ്ഥ കൊണ്ട് വളരെ സമൃദ്ധമായ ഒരു പ്രദേശമാണ് ഞങ്ങളുടെ നാട്. വീട്ടിലാരൊക്കെയുണ്ട്? ഹസ്ബൻഡുണ്ട്, 2 കുട്ടികളുണ്ട്. മോൻ വർക്ക് ചെയ്യുന്നു, മോള് പഠിച്ചുകൊണ്ടിരിക്കുന്നു. എങ്ങനെയാണ് ഈ പഠിത്തവും കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? അപ്പോൾ ഒരു ചെറുപ്പത്തിലെ പഠന സാഹചര്യങ്ങളും അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ഭംഗിയുള്ള വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രകൃതി രമണീയമായ കാലാവസ്ഥകൾ കൊണ്ട് അനുഗ്രഹീതമായ ഒരു വികസനങ്ങൾ കൂടുതലില്ലാത്ത, എന്നാൽ മനുഷ്യരെ സ്നേഹിക്കുന്ന ഒരു സ്ഥലത്ത് നിന്നാണ് വരുന്നത്. എൻ്റെ പഠനം എന്ന് പറയുന്നത്, ഞാൻ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്ററോടെ വ്യത്യാസം ചീയമ്പം എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചു വളർന്നത്. അച്ഛൻ കക്കോടൻ മൂസ ഹാജിയുടെ എസ്റ്റേറ്റിലെ പണിക്കാരെയെല്ലാം നോക്കി മാനേജ് ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് 5 വയസ്സുള്ളപ്പോൾ അച്ഛൻ മരണപ്പെട്ടു പോവുകയുണ്ടായി. പിന്നെ അമ്മയാണ് ഞങ്ങളെ വളർത്തിയത്, അമ്മയുടെ സഹോദരന്മാരും. എൻ്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ 13 മക്കളാണ്, ഞാൻ 13ാമത്തെ ആളാണ്. വളർച്ചയുടെ കാലഘട്ടങ്ങൾ നമുക്കറിയാം. ആ കാലഘട്ടത്തിലൊക്കെ വളരെ പ്രയാസപ്പെട്ടാണ് അമ്മ ജീവിച്ചിരുന്നത്. അമ്മ ജോലിക്ക് പോയിട്ടില്ല, കുറച്ച് ഭൂമിയൊക്കെ ഉണ്ടായിരുന്നു. അതിനകത്ത് സ്വന്തം കൃഷി ചെയ്യും. പിന്നെ മുതിർന്ന ആൺകുട്ടികൾ 4 പേരേ ഉള്ളൂ, 9 പെൺകുട്ടികളാണ്. 13 മക്കളുണ്ടായിരുന്നു. അമ്മയും സഹോദരങ്ങളും ആ പറമ്പിലൊക്കെ പണിയെടുത്ത്, പിന്നെ തൊട്ടടുത്ത പറമ്പുകളിൽ മുതിർന്ന സഹോദരങ്ങൾ പണിക്ക് പോയിട്ടുണ്ട്. അമ്മ പണിക്ക് പോയിട്ടില്ല. അപ്പോൾ അങ്ങനെ കൃഷിയൊക്കെ ചെയ്ത് അത്യാവശ്യം പട്ടിണിയാണോ എന്ന് ചോദിച്ചാൽ, അന്നത്തെ കാലത്ത് ആ കാലഘട്ടങ്ങളിൽ വയനാട് ജില്ലയിൽ നേരിട്ടിരുന്ന എല്ലാ പ്രയാസങ്ങളും തന്നെ നമ്മുടെ കുടുംബത്തിലുണ്ടായിരുന്നു. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വളർന്നത് കൊണ്ടാവാം മനുഷ്യരോട് എപ്പോഴും ഒരു സഹാനുഭൂതി കാത്തു സൂക്ഷിക്കണം എന്ന് എപ്പോഴും എൻ്റെ അമ്മ പറയാറുണ്ട്. പഠന കാലഘട്ടം എന്ന് പറയുമ്പോൾ ഇരുളം ഗവൺമെൻറ് ഹൈസ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ് അവിടെ പൂർത്തിയാക്കി. +1 PDC, അന്ന് PDC പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മാവൻ വീട്ടിലെ കാര്യങ്ങളൊക്കെ അച്ഛൻ മരിച്ചതിന് ശേഷം അമ്മാവന്മാരാണ് 3 പേരും വന്ന് തീരുമാനമാക്കി പോകും. അപ്പോൾ എൻ്റെ ചേച്ചിയുടെ വിവാഹം നിശ്ചയിക്കാൻ അമ്മാവൻ വന്നതാണ്. അവിടെ നിന്ന് അന്ന് ഒരു ചെറിയ ഉണ്ടല്ലേ, അപ്പോൾ എൻ്റെ മോന് തന്നേരെ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഈ ഞായറാഴ്ച വിവാഹം, ചേച്ചിയുടെ വിവാഹത്തോടൊപ്പം എൻ്റെ വിവാഹം നിശ്ചയിച്ചു. പിറ്റത്തെ ഞായറാഴ്ച വിവാഹം നടന്നു. അങ്ങനെ +1 പഠിക്കും, PDC പഠിക്കും, ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ, PDC ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ പഠനം അവിടെ അവസാനിച്ചു. അവിടെ പോയി പഠിക്കാം എന്നൊക്കെ പറഞ്ഞാണ് അന്ന് മാമൻ കൊണ്ടുപോകുന്നത്. പ്രാദേശികമായ രീതി അങ്ങനെയാണ് അല്ലേ? അതെ അതെ, പെട്ടെന്ന് കല്യാണം. അതെ, പിന്നീട് ശരിക്കും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ശൈശവ വിവാഹമാണ് അന്ന്. പിന്നെ അങ്ങനെ വിവാഹം കഴിഞ്ഞ് പോയി. അവിടെ ശരിക്കും നമ്മൾ
ഒരു കാർഷിക കുടുംബമായിരുന്നത് കൊണ്ട് തന്നെ പഴയ സിനിമ ടാക്കീസൊക്കെ ഉണ്ടായിരുന്ന ഒരു ഫാമിലി ആയിരുന്നതുകൊണ്ട് അവിടെ എപ്പോഴും ബിസിയാണ്. നമുക്ക് വേറൊന്നിനും സമയം കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് പഠനം പിന്നീട് തുടരാൻ സാധിച്ചിട്ടില്ല. അതിനുശേഷം ഞാൻ 2014-15 വർഷത്തിലാണ് പിന്നെ +2 ചേർന്ന് +2 പഠിച്ചു. +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്തു. ഡിഗ്രി ഫസ്റ്റ് ഇയർ ഞാൻ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണ് അമ്മ കിടപ്പിലായി പോകുന്നത്. പിന്നെ അമ്മ 3-4 വർഷം കിടപ്പിലായി പോയി. അമ്മയുടെ ഒപ്പം എപ്പോഴും ഉണ്ടാവേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമ്മൾ ഒരു പരിക്കൊന്നും പറ്റാതെ നമ്മളെയൊക്കെ കഷ്ടപ്പെട്ട് വളർത്തിയതാണല്ലോ. അന്നത്തെ കാലഘട്ടത്തിൽ വയനാട് പോലെയുള്ള ജില്ലകളിൽ ഇത്രയും മക്കളെ വളർത്തി ഒരാളെ പോലും നഷ്ടപ്പെട്ടു പോകാതെ വളർത്തിക്കൊണ്ട് വരണമെങ്കിൽ അമ്മ കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കഷ്ടപ്പാടുകൾക്ക് നമ്മളൊരു മുതിർന്ന വ്യക്തി എന്നുള്ള നിലയിൽ സമൂഹത്തിൽ ഇന്ന് അവരെ നോക്കാനൊന്നും ആളുകളില്ലാത്ത സാഹചര്യമുണ്ട്. മക്കളൊക്കെ രക്ഷിതാക്കളെ നോക്കാത്ത സാഹചര്യങ്ങളുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് നമ്മുടെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതം ഒരുപാട് നഷ്ടപ്പെടുത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ 13 മക്കളെ വളർത്താൻ ഒരുപാട് കഷ്ടപ്പാട് സഹിച്ചിട്ടുണ്ടാവും. ഇപ്പം ഞാൻ എൻ്റെ 2 കുട്ടികളെ വളർത്താൻ തന്നെ നമ്മൾ ഇന്നത്തെ മാതാപിതാക്കൾ നേരിടുന്ന സംഘർഷാവസ്ഥയും സാമ്പത്തിക പ്രതിസന്ധിയും ഒക്കെ നമുക്കറിയാം. അപ്പോൾ അന്ന് അത്രയും മക്കളെ വളർത്താൻ എൻ്റെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അമ്മയുടെ അവസാന നാളുകൾ അവർക്കൊപ്പം അവരാഗ്രഹിക്കുന്ന തലങ്ങളിൽ നമ്മൾ ഉണ്ടാവണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് പൊളിറ്റിക്കലായും സാമൂഹ്യമായും മറ്റ് ഫാമിലിയിൽ നിന്നൊക്കെ ഹസ്ബൻഡിൻ്റെയും കുട്ടികളുടെയും സമ്മതത്തോടുകൂടെ 3 വർഷക്കാലം പൂർണ്ണമായും ഞാൻ എൻ്റെ അമ്മയ്ക്കൊപ്പം ചിലവഴിച്ചു, രാവും പകലും. അങ്ങനെ അവരെ അവസാന നിമിഷങ്ങളിൽ അവർക്കൊപ്പം നിന്ന് യാത്രയാക്കിയതിന് ശേഷമാണ് ഞാൻ തിരിച്ചെൻ്റെ വീട്ടിലേക്ക് വന്നത്. ചെറുപ്പത്തിലെ വിവാഹിതയായ ഒരാൾ, അതുപോലെ തന്നെ വളരെയധികം സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാൾ, അതിൻ്റെ ഇടയ്ക്കാണ് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്. ഇപ്പോൾ ഈ സാമൂഹ്യ സേവന താല്പര്യമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. എങ്ങനെയാണ് രാഷ്ട്രീയത്തിലേക്കുള്ള വരവ്? എനിക്ക് തോന്നുന്നു സാമൂഹ്യ സേവനം എന്നുള്ളത് അല്ലെങ്കിൽ ഈ ജീവകാരുണ്യത്തിൻ്റെ ഒരിത് എനിക്ക് ലഭിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയുടെ അടുത്തായിരുന്നു. കാരണം കുട്ടിക്കാലത്ത് ഞങ്ങളുടെ വീടിന് പരിസരത്തുള്ള എല്ലാ കുട്ടികളും ഞങ്ങളുടെ മുറ്റത്താണ് കളിക്കാൻ വരിക. എനിക്ക് എൻ്റെ ഓർമ്മയിൽ ഉച്ചയ്ക്ക് കഞ്ഞി ആണെന്ന് കഴിക്കുക. അപ്പോൾ ഈ കഞ്ഞി കഴിക്കാനിരിക്കുമ്പോൾ എല്ലാവർക്കും തരുമ്പോൾ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എൻ്റെ അമ്മ ലാസ്റ്റ് പ്ലേറ്റിൽ നിന്ന് ഊറ്റി കുടിക്കാറുള്ള കഞ്ഞിവെള്ളത്തിൻ്റെ കളർ കറുത്ത കളറായിരിക്കും. കാരണം ഈ അടുത്ത വീടുകളിലെ കുട്ടികളൊക്കെ വന്ന് അതിൽ കൈയിട്ട് അതിലെ വറ്റ് മുഴുവൻ അവർ കൊണ്ടുപോകും. എന്നിട്ട് അതിലെ വെള്ളമാണ് അമ്മ കുടിക്കാറുണ്ടായിരുന്നത്. അത് കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത്. നമ്മൾ കഴിച്ചില്ലെങ്കിലും മറ്റുള്ളവർക്ക് കൊടുക്കണം, മറ്റുള്ളവർ വിശന്നിരിക്കുമ്പോൾ നമ്മൾ വയറ് നിറയെ കഴിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെയുള്ള അത്തരത്തിലുള്ളൊരു ജീവിതമായിരുന്നു സത്യത്തിൽ എൻ്റെ അമ്മ മുന്നോട്ട് നയിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെയാവാം മറ്റുള്ളവരോടുള്ള ഒരു സഹാനുഭൂതി എപ്പോഴും ഉണ്ടായിരുന്നു അമ്മയായിരുന്നു റോൾ മോഡൽ എന്ന് പറയാം. പിന്നെ എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് ഹസ്ബൻഡിൻ്റെ ഫാമിലിയും അതുപോലെ എൻ്റെ ഫാമിലിയും കോൺഗ്രസ് കുടുംബമായിരുന്നു. എൻ്റെ ഓർമ്മയിൽ ഉണ്ടായ കാലം മുതൽ തൊട്ട് തന്നെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയവുമായി പ്രവർത്തകരായി തന്നെ മുന്നോട്ട് പോകുന്ന ആളുകളാണ്. ജോലി എന്തായിരുന്നു? ഹസ്ബൻഡ് സിനിമ തിയേറ്ററിൽ ഓപ്പറേറ്ററായിരുന്നു. ഹസ്ബൻഡിൻ്റെ അച്ഛൻ, അതായത് ഞാൻ അച്ഛൻ ഇല്ലാതിരുന്നത് കൊണ്ട് അമ്മാവൻ എന്നുള്ളത് മാറ്റി ഞാൻ അച്ഛൻ എന്ന് തന്നെയാണ് വിളിച്ചിരുന്നത്. അച്ഛൻ അവിടുത്തെ ഒരു അത്യാവശ്യം നല്ല രാഷ്ട്രീയക്കാരനായിരുന്നു. ആ രാഷ്ട്രീയവുമായി കോൺഗ്രസിൻ്റെ ഏകദേശം ബ്ലോക്ക് പ്രസിഡൻ്റായിരിക്കുകയും സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പ്രസിഡൻറ്റും അതുപോലെ തന്നെ വയനാട് ജില്ല ആദിവാസി കോൺഗ്രസിൻ്റെ ഭാരവാഹിയായൊക്കെ ഇരുന്ന കാലഘട്ടങ്ങളുണ്ടായിരുന്നു. പുള്ളി നാട്ടിലെയും ഒരു സജീവ രാഷ്ട്രീയക്കാരനായിരുന്നു. അത്തരത്തിൽ കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നതരായ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾ നമ്മുടെ വീട്ടിൽ മീറ്റിംഗ് ചേരുകയും ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്തു പോകുന്നത് കണ്ടാണ് വളർന്നിട്ടുള്ളതും കണ്ടിട്ടുള്ളതും. പിന്നീട് എന്നെ സംബന്ധിച്ച് എന്നാൽ അച്ഛൻ വളരെ സ്ട്രിക്റ്റായ ഒരാളായിരുന്നു. സ്ത്രീകൾ കൂടുതൽ പുറത്തു വരാനും സംസാരിക്കാനും ശബ്ദമുയർത്താനും ഒന്നും അത്ര താല്പര്യമില്ലാത്തൊരു ഫാമിലിയായിരുന്നു. വളരെ ഓർത്തഡോക്സായ ഒരു ഫാമിലി. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്കൊരു എൻ്റെ കുട്ടികളുടെ ചെറുപ്പകാലഘട്ടങ്ങളിലൊക്കെ അച്ഛൻ ക്യാൻസർ ബാധിതനാകുന്നത് വരെ ശരിക്കും ഞങ്ങൾ ആ ഒരു നിലയ്ക്ക് തന്നെയാണ് ജീവിച്ചു വന്നത്. പെട്ടെന്ന് ഹസ്ബൻഡിൻ്റെ അമ്മ മരണപ്പെട്ടു. അച്ഛന് ക്യാൻസറായി മാറി. അച്ഛനെ പരിചരിക്കേണ്ടയും സംരക്ഷിക്കേണ്ടയും ഒക്കെ ഒരു ചുമതലയിലേക്ക് വന്നു.
ടാക്കീസുകളൊക്കെ പെട്ടെന്ന് സാമ്പത്തികമായി ഒരു സിനിമ തകർന്നു പോകുന്ന സാഹചര്യം ഉണ്ടായി. ആ ഒരു സാഹചര്യങ്ങളിലേക്ക് പോയി. ഹസ്ബൻഡിൻ്റെ ജ്യേഷ്ഠൻ ഒരു അധ്യാപകനായി വിജയ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഹസ്ബൻഡാണെങ്കിലും ITI പാസ്സായി നേരെ തിയേറ്ററിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ പോയി. അപ്പോൾ രണ്ടുപേരുടെയും തൊഴിൽ മാർഗം അവിടെ നഷ്ടപ്പെട്ടു പോവുകയുണ്ടായി. അപ്പോൾ ആ ഒരു സാഹചര്യത്തെ മറികടക്കാൻ കാർഷിക വിളകൾ അന്ന് ആ ഒരു സമയത്ത് വളരെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാർഷിക വിളകളുമെല്ലാം തകർന്നുപോയി. കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ വലിയ പ്രയാസം നേരിടുന്ന ഒരു സമയം. ഒപ്പം അച്ഛന് ബോൺ ക്യാൻസർ, മൾട്ടിപ്പിൾ ബോൺ ക്യാൻസർ ബാധിച്ചു. ആൾ മെമ്മറി നഷ്ടപ്പെട്ടു പോയി. എന്നെ അമ്മയായിട്ടാണ് പിന്നെ കണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് മാറിയപ്പോൾ എനിക്ക് തോന്നുന്നു ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് മെമ്മറി നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഒരിക്കലും ഇപ്പോഴും എനിക്കതിലേക്ക് വിശ്വസിക്കാനായിട്ടില്ല ഞാൻ ഇങ്ങനെ ഒരു രാഷ്ട്രീയ തലത്തിലേക്ക് വരും എന്നുള്ളത്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് അതിനനുവദിക്കും എന്നെനിക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ എന്താ പറയുക, ദൈവം നമുക്ക് ഓരോരുത്തർക്കും ഓരോ മേഖലകൾ നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു തീരുമാനമായിരിക്കാം എന്നെ ഈ മേഖലകളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവുക. എൻ്റെ നാട്ടിലെ ഞാൻ കുട്ടിക്കാലം മുതൽ ജനിച്ച് വളർന്ന് കണ്ടിട്ടുള്ള എൻ്റെ നാട്ടിലെ കുറച്ച് നേതാക്കളാണ് വന്ന് അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുന്നത്. എനിക്ക് ആ സമയത്ത് ഈ സാമ്പത്തിക പ്രതിസന്ധികളിലേക്കൊക്കെ കുടുംബം കടന്ന സമയത്ത് ഈ എന്താ പറയുക, ആന മെലിഞ്ഞ തൊഴുത്ത് കെട്ടാൻ പറ്റില്ല എന്നുള്ളൊരു സ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആ അഭിമാനം വിട്ട് താഴേക്ക് ഇറങ്ങി വരാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ കഷ്ടപ്പാടുകളിലൂടെ വളർന്നൊരു വ്യക്തിയായതുകൊണ്ട് എനിക്കത് പെട്ടെന്ന് തരണം ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ സുൽത്താൻ ബത്തേരി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്ന മലങ്കര കത്തോലിക്ക രൂപതയുടെ കീഴിലുള്ള ശ്രേയസ് എന്ന് പറയുന്ന ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്ന ഒരു സംഘടനയിൽ സ്റ്റാഫായിട്ട് 6 വർഷം ജോലി ചെയ്തു. പൊതുപ്രവർത്തനത്തിൻ്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നാണ്. ഈ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ വന്ന ഒരു ഞെരുക്കമാണ് ശരിക്കും അച്ഛൻ്റെ ഒരു മൗനസമ്മതത്തോടു കൂടെ ഞാൻ ആ ജോലിയിലേക്ക് പോകുന്നത്. പിന്നെ 2004 മുതൽ ഞാൻ ആ ജോലിയിലേക്ക് കയറിയിട്ടുണ്ട്. 2004 ഞാൻ ശ്രേയസിൻ്റെ സ്റ്റാഫായി മാറി. വളരെ കുറഞ്ഞ ആക്ടിവിറ്റീസ് സംഘടന, അതിൽ സംഘങ്ങൾ രൂപീകരിക്കുക, അവരുടെ ചെറിയ ചെറിയ സാമ്പത്തികമായ കാര്യങ്ങളുടെ പിന്നെ ശേഖരിക്കുക, ലോണായിട്ട് കൊടുക്കുക, അതിൻ്റെ റീപേയ്മെൻറ്റ് കളക്ഷൻ എടുക്കുക, ഒപ്പം നമ്മളതിൻ്റെ ഓഫീസ് വർക്കും എല്ലാം 2 സ്റ്റാഫുകളാണ് ഇതിലുള്ള യൂണിറ്റിലുണ്ടായിരുന്നത്. മേഴ്സി ദേവസ്യ എന്നവരാണ് എൻ്റെ ഒരു സഹപ്രവർത്തക. ഞങ്ങൾ 2 പേരും ഈ സാമ്പത്തിക കാര്യങ്ങളും കൈകാര്യം ചെയ്യണം, ഒപ്പം സാമൂഹ്യമായ ഒരുപാട് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സോഷ്യൽ മെസ്സേജ് കൊടുക്കുന്ന ഒരു സംഘടനയായിരുന്നു. ഒപ്പം എനിക്ക് തോന്നുന്നു പിന്നോക്ക ആദിവാസി സമൂഹത്തിനിടയിൽ പ്രവർത്തിക്കുകയും അവരെ കുറച്ചുകൂടി സമൂഹത്തിന് മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്കും അവർ നേതൃത്വം കൊടുത്തിരുന്നു. അത്തരങ്ങളിലാണ് എനിക്ക് സമൂഹവുമായിട്ടൊരു ബന്ധമുണ്ടാവുന്നത്. അതുവരെ ഞാൻ വീടെന്നതിനപ്പുറത്ത് എൻ്റെ ഫാമിലി, എൻ്റെ കുടുംബക്കാരല്ലാതെ ഞാൻ മറ്റൊരു തലങ്ങളിലേക്ക് ഉണ്ടായിരുന്നത് ഈ എൻ്റെ കുട്ടിക്കാലത്തെ ഇത് മാത്രമാണ്. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ വന്ന് ഈ ജോലിയിലേക്ക് പ്രവേശിച്ചത്, അവിടെ നിന്ന് കിട്ടിയ ട്രെയിനിങ്ങുകളൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമുണ്ടാക്കി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പൂർണ്ണമായും അച്ഛൻ്റെ മെമ്മറി പോകുന്നത്. ആ മെമ്മറി പോകുന്നതിന് തൊട്ട് മുൻപെയാണ് എൻ്റെ നാട്ടിൽ 2010 എൻ്റെ നാട്ടിൽ ഞാൻ അപ്പോഴത്തേക്കും തന്നെ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. കാരണം അവിടുത്തെ മഹലുമായി ബന്ധപ്പെട്ടുകൊണ്ട് നോമ്പ് പെരുന്നാൾ സമയങ്ങളിലുള്ള സഹായങ്ങൾ, ഓണത്തിൻ്റെ സമയത്ത് പാവപ്പെട്ട കുടുംബങ്ങളിലേക്ക് ഭക്ഷണ കിറ്റ് കൊടുക്കുന്നത്, ഓണക്കോടി കൊടുക്കുക, അല്ലെങ്കിൽ മറ്റ് സമുദായത്തിൽപ്പെടുന്ന ആളുകളെ കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മതേതര രാഷ്ട്രീയം മുസ്ലിം ലീഗിനുണ്ട് എന്ന് അന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഞാനന്ന് മെമ്പർഷിപ്പൊന്നും എടുത്തിട്ടില്ല, പക്ഷേ ഇതിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചൊക്കെ എനിക്ക് അറിയാമായിരുന്നു. അങ്ങനെ മുന്നോട്ട് കുറച്ചു കാലം പരസ്പരം സഹകരിച്ചു കൊണ്ട് പോകുന്നത് പോലെ മുന്നോട്ടുള്ള ഒരു യാത്ര തുടങ്ങി. അതിനുശേഷമാണ് 2010 ഞാൻ ജനിച്ചു വളർന്ന നാട്ടിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ എനിക്കൊന്ന് 30 വർഷത്തോളം CPM തന്നെ ഭരിച്ചൊരു വാർഡ്, ആ വാർഡിൽ ഒരു ടേമാണ് ആകെ UDF ഭരിച്ചിട്ടുള്ളൂ. അവിടേക്ക് സ്ഥാനാർത്ഥിയായി നിർത്താൻ കഴിയുമോ എന്ന് ഹസ്ബൻഡിൻ്റെ ഫാദറിനോട് വന്ന് അവിടുത്തെ പൊതു സമൂഹത്തിലെ മുസ്ലിം ലീഗിൻ്റെയും UDFൻ്റെയും നേതാക്കൾ വന്ന് സംസാരിക്കുന്നത്. അപ്പോൾ അച്ഛനെ സംബന്ധിച്ച് അവരെയൊക്കെ ഓർമ്മയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ
APS മൗലവി എന്ന് പറയുന്ന അച്ഛനൊപ്പം പ്രവർത്തിച്ചൊരു പ്രായം ചെന്ന ഒരു മൗലവി അവിടെ ഉണ്ടായിരുന്നു. അവരെ അടക്കമുള്ള ആളുകൾ എൻ്റെ വീടിനോട് ചേർന്നാണ്, കുട്ടിക്കാലം മുതലേ എന്നെ അറിയാം. അവർ ചോദിക്കുമ്പോൾ അച്ഛന് മറുത്തു പറയാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായതുകൊണ്ടാണോ ഇനി എൻ്റെ വിധിയായിരുന്നോ ഈ നിയോഗം എന്നുള്ളത് എനിക്കറിയില്ല. അന്ന് ഈ വലിയ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അച്ഛനാണ് എന്നോട് ചോദിക്കുന്നത്, ഇങ്ങനെ UDFൻ്റെ ആളുകൾ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് മത്സരിച്ചാലോ എന്ന് ചോദിക്കുന്നത്. ഞാൻ അപ്പോഴെന്തായാലും ഒരു അത്ഭുതപ്പെട്ടുപോയി എന്നുള്ളതാണ്. കാരണം അച്ഛൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കുന്നില്ല. ഒപ്പം എങ്ങനെയാവും ഇത് എന്നുള്ളത് എനിക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മുസ്ലിം ലീഗിനൊപ്പം പോകുന്നത് വലിയ പ്രയാസമുള്ള കാര്യമല്ല എന്നെനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഒപ്പം എന്നോട് ഹസ്ബൻഡിൻ്റെ അച്ഛൻ പറഞ്ഞത്, മുസ്ലിം ലീഗല്ലേ, അവർ സംരക്ഷിക്കും, പേടിക്കേണ്ട, ധൈര്യമായിട്ട് പോകാം. മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു അല്ലേ? മുസ്ലിം ലീഗിൻ്റെ സീറ്റായിരുന്നു, പേടിക്കേണ്ട. ജനറൽ സീറ്റായിരുന്നു, വനിതാ സംവരണ സീറ്റായിരുന്നു. വനിതാ സംവരണ സീറ്റായിരുന്നു. പേടിക്കാതെ അവർക്കൊപ്പം പോകാം, അവർ സംരക്ഷിക്കും, ധൈര്യമായിട്ട് പൊയ്ക്കോ എന്നുള്ള ഒരു പിന്തുണയും ധൈര്യവും അന്ന് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാദർ തന്നുകൊണ്ടാണ് അന്ന് എന്നെ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയാവുന്ന ഘട്ടങ്ങളിലേക്ക് വിട്ടത്. 2010 മുതൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സഹയാത്രികയായിട്ടും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലക്കും ഈ സംവിധാനത്തിൻ്റെ കൂടെയുണ്ട്. 2010 മുതലാണെങ്കിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ വലിയൊരു പ്രയാസത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു. കാരണം 2010 ഞാൻ ശ്രേയസിൻ്റെ സ്റ്റാഫുമാണ്. ഒപ്പം പൂതാടി ഗ്രാമപഞ്ചായത്തിൻ്റെ ഇരുളം വാർഡിൻ്റെ മെമ്പറായി മത്സരിച്ച് അവിടെ 210 വോട്ടുകൾക്ക് വിജയിച്ചു. അത് അവിടുത്തെ ഒരു വാർഡിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത് വലിയൊരു ഭൂരിപക്ഷമാണ്. CPMൻ്റെ ഏകദേശം ആദർശങ്ങളെ കൊണ്ടു കിടക്കുന്ന മിച്ചഭൂമി എന്ന് പറഞ്ഞ് ഉള്ള ചെറിയ 3 സെൻറ്റിൽ താമസിക്കുന്ന ഒരുപാട് മനുഷ്യർ ഈ CPMൻ്റെ പ്രവർത്തകരായിട്ടുള്ള നേതാക്കളായിട്ടുള്ള ഏകദേശം ഞങ്ങളുടെ നാട്ടിലെ പ്രധാന നേതാക്കൾ താമസിക്കുന്ന ഒരു പ്രദേശത്തെ വാർഡിലാണ് നമ്മളന്ന് മത്സരിക്കുന്നത്. അപ്പോൾ അവിടെ മത്സരിച്ച് വിജയിക്കുകയും ചെയ്തു. ഒപ്പം ശ്രേയസിൻ്റെ പ്രവർത്തനങ്ങളുമായി ഒരുമിച്ച് പോകാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിച്ചു. കാരണം അച്ഛന് മൾട്ടിപ്പിൾ ക്യാൻസർ വന്നു. തലയോട്ടിയെ ബാധിച്ചതോടുകൂടെ മെമ്മറി നഷ്ടപ്പെട്ടു. ആളെന്നെ അമ്മയായി സ്വീകരിച്ച് അമ്മ എന്ന് പറഞ്ഞെപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കും. എന്നെ എപ്പോഴും കാണണം, ഞാൻ എപ്പോഴും അടുത്തുണ്ടാവണം. പിന്നെ മരുന്നും ഗുളികയൊക്കെ വെച്ചാൽ കുഞ്ഞുങ്ങളെ പോലെ അത് നമ്മൾ കാണാതെ കട്ടെടുത്ത് കഴിക്കുന്ന സാഹചര്യം, അത് മോർഫിനായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ കഴിക്കുന്ന സാഹചര്യങ്ങളൊക്കെ വന്നപ്പോൾ എനിക്കിതിൽ ഏതെങ്കിലും ഒന്ന് ക്വിറ്റ് ചെയ്യണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ വന്നപ്പോൾ കുറച്ചുകൂടി പിന്നെ സാമ്പത്തികമായി നമ്മൾ ബാധ്യതയുള്ള ഒരു സംഘടന എന്നുള്ള നിലയിൽ പിന്നെ അതെന്നെ സംബന്ധിച്ച് വലിയ പ്രയാസം നേരിട്ടപ്പോൾ ബത്തേരി ശ്രേയസിൽ ഷാൻസൻ സാറുമായി ബന്ധപ്പെട്ടുകൊണ്ട് മേഖലാ കോർഡിനേറ്ററോട് ഞാൻ പറഞ്ഞു, സാറേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസമാണ്, ഒഴിവാക്കണം എന്നുള്ള നിലയിൽ അന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ജോലി, ആ ജോലി ഞാൻ ഒഴിവാക്കിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ മാത്രം പ്രവർത്തന വഴികളിലേക്ക് സജീവമായി തീർന്നു. സമ്പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗ് പ്രവർത്തകയായി. അവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഞാൻ ആരെയും കാണിക്കാൻ വേണ്ടിയുള്ള രാഷ്ട്രീയം അല്ല ഉണ്ടായിരുന്നത്. ആളുകളെ സേവിക്കണം എന്നുള്ളതിൽ 100% എന്നോട് നീതി പുലർത്തണം എന്നുള്ള നിലയിലാണ്. പിന്നെ നമുക്ക് മനുഷ്യരുടെയൊക്കെ കണ്ണ് കെട്ടാൻ പറ്റും, ദൈവത്തിൻ്റെ കണ്ണ് കെട്ടാൻ പറ്റില്ല. നമ്മളെ നിരീക്ഷിക്കുന്ന ഒരു CCTV പോലെ എപ്പോഴും ദൈവത്തിൻ്റെ കണ്ണുകൾ എൻ്റെ മുകളിലുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി സത്യസന്ധമായ രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു. ഇപ്പം എനിക്ക് തോന്നുന്നു 2010 ജനപ്രതിനിധിയായി അത് മുന്നോട്ട് വന്ന് 2012 അച്ഛൻ വളരെ ഒരുപാട് വേദനകൾക്ക് അനുഭവിച്ചതിന് ശേഷം അദ്ദേഹം യാത്ര പറഞ്ഞുപോയി. പിന്നീട് ഇങ്ങോട്ട് 2014 പൂർത്തിയായി 15 പനമരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി പനമരം അഞ്ചുകുന്നിൽ പോയി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ഞാനൊരു വേറെ പഞ്ചായത്തിൽ നിന്ന് വന്ന വ്യക്തി എന്നുള്ളത് പോലും നോക്കാതെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരവിടെ, എനിക്ക് തോന്നുന്നു പനമരം പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രവർത്തനങ്ങളെ ഹൃദയത്തിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ അവരുടെ ജീവിതം പോലെയാണ് ലീഗ്, ജീവിതത്തിൻ്റെ ഭാഗമാണ് ലീഗ്. അങ്ങനെ കൊണ്ടുനടക്കുന്ന ആളുകളാണ് പനമരത്തുള്ളത്. അവർ ആ നിലയ്ക്ക് എന്നോടൊപ്പം നിന്നുകൊണ്ട് ഞാൻ മറ്റൊരു പഞ്ചായത്തിൽ നിന്ന് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലുള്ള വേർതിരിവ് കാണിക്കാതെ എനിക്കൊപ്പം നിന്നുകൊണ്ട് 5 വർഷക്കാലം
മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്കറിയാം 18ലും 19ലും പനമരത്തെ വിഴുങ്ങിക്കൊണ്ട് വലിയ പ്രളയമുണ്ടായി. ആ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായി. അപ്രതീക്ഷിതമായ വെള്ളം കയറി അവർക്കുണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ആ സമയത്തൊക്കെ അവർക്കൊപ്പം നിന്ന് തന്നെ പ്രവർത്തിക്കാൻ കഴിഞ്ഞെടുത്താണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഞാൻ ആഴത്തിലേക്ക് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു 2015 കൂടി ഞാൻ വനിതാ ലീഗിൻ്റെ നാഷണൽ കമ്മിറ്റിയുടെ ഭാഗമായി മാറി. അതിനിടയിൽ സംഭവിച്ചതെന്ന് പറയുന്നത് എനിക്ക് പിന്നെ UC രാമേട്ടനെ പറഞ്ഞു പോവാതിരിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ തിയേറ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് അട്ടാക്കീസിൻ്റെ പ്രവർത്തനങ്ങളുടെ അന്നത്തെ പണി ഏറ്റെടുക്കുന്ന കോൺട്രാക്ടർ കൂടിയായിരുന്നു UC രാമേട്ടൻ. അവരുടെ ഫാമിലി വന്ന് തിയേറ്ററിൻ്റെ വർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം UC രാമേട്ടൻ്റെ ഫാമിലി അവിടെ വന്ന് ചെയ്യുമ്പോൾ അവിടുത്തെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലിയുമായിട്ട് അവർക്ക് വലിയ ബന്ധമുണ്ട്. ഞാനുമായിട്ട് അറിയില്ലെങ്കിലും എൻ്റെ വിവാഹം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കൊക്കെ ഒരു 2-3 വർഷം കഴിയുമ്പോഴത്തേക്ക് തിയേറ്റർ വലിയ പ്രയാസത്തിലേക്ക് പോയി. എന്നാൽ തന്നെ നമ്മളുമായി ബന്ധമുണ്ടായിട്ടില്ലെങ്കിൽ പോലും അച്ഛനും അവർ ഹസ്ബൻഡും ഒക്കെ ആയിട്ട് വലിയ അടുപ്പമുണ്ടായിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് നന്നായി ഞങ്ങളുടെ നാട്ടിൽ വയനാട് ജില്ലയിലെ ഞങ്ങൾ വയനാട് ജില്ലയിൽ മാത്രമുള്ളൊരു സമുദായമാണ് വയനാട് കുണ്ടുവാടിയൻ സമുദായം എന്ന് പറയുന്നത്. ഈ ദളിത് ലീഗിൻ്റെ ഭാഗമായിരുന്നു എന്ന് പറയുന്നതുകൊണ്ട് ഒരു സംശയം ചോദിക്കുകയാണ്. അതായത് ഇപ്പോൾ ജയന്തി രാജൻ്റെ പേര് ചിലപ്പോൾ ഈ ദളിത് മണ്ഡലങ്ങളിലൊക്കെ ഉയർന്നു വരാറുണ്ട്. ഇപ്പോൾ ജാതി ചോദിക്കാൻ പാടില്ല എന്നാണ്, പൊളിറ്റിക്കലി കറക്റ്റല്ല. എങ്കിൽ കൂടി ഒരു ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട് ഇപ്പോൾ ആദ്യം മത്സരിച്ചത് വനിതാ ജനറൽ വാർഡിലാണ്. രണ്ടും വനിതാ ജനറൽ വാർഡിലാണ്. അപ്പോൾ ഇപ്പോൾ ഈ മുസ്ലിം ലീഗിനെ കുറിച്ച് പലരും പറയുന്നൊരു ആക്ഷേപങ്ങളിലൊന്നുകൂടിയാണ്. അതായത് ഈ സംവരണ സീറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ മുസ്ലിം ലീഗിലേക്ക് വരുന്നത്, ജനറൽ സീറ്റൊന്നും ഇവർക്ക് കിട്ടൂല എന്നൊക്കെ. പക്ഷെ നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ സ്മിജിക്ക് കൊടുത്തത് ജനറൽ സീറ്റാണ്. ജനറൽ പൊസിഷനിലാണ് അവരെ വൈസ് പ്രസിഡൻ്റ് ആക്കിയത്. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ UC രാമേട്ടൻ വരെ ജനറൽ സീറ്റിൽ മത്സരിച്ച ആളാണ്. അപ്പോൾ ഞാൻ പറയുന്നത് ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഒന്ന് പറയാൻ കഴിയുമോ? പറയാൻ പറ്റും. ഞങ്ങൾ വയനാട് ജില്ലയിൽ പുൽപ്പള്ളി, മുള്ളംകൊല്ലി, പൂതാടി തുടങ്ങിയ ഒരു 4 പഞ്ചായത്ത്, ആ 4 പഞ്ചായത്തിൽ മാത്രമുള്ളൊരു സമുദായമാണ് വയനാട് കുണ്ടുവാടിയൻ സമുദായം എന്ന് പറയുന്നത്. 504 മെമ്പർഷിപ്പ് അംഗങ്ങൾ മാത്രമാണ് ഈ സമുദായത്തിനകത്തുള്ളൂ. 133 കുടുംബങ്ങൾ മാത്രമാണുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വർഷക്കാലമായി കിർത്താഡ്സിൽ ഞങ്ങളുടെ ഫയൽ ഇങ്ങനെ പഠനം നടത്തുന്നു. സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക് പോകുന്നു, അവിടെ നിന്ന് തിരിച്ചു വരുന്നു, വീണ്ടും പഠനം നടക്കുന്നു. ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സമുദായമാണ്. അതെ, ആദിവാസി വിഭാഗത്തിൽപ്പെട്ടതെന്നല്ല, പട്ടികജാതിയുമല്ല പട്ടികവർഗവുമല്ല, അതർ എലിജിബിൾ കാസ്റ്റാണ്, മറ്റ് പിന്നോക്ക വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ നാട്ടിലെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലായിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഞാൻ ജനപ്രതിനിധിയായി വന്നതിന് ശേഷം മുസ്ലിം ലീഗിൻ്റെ മെമ്പർഷിപ്പ് എടുത്ത് 2010 മുതൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ രാമേട്ടൻ അച്ഛനുമായി സംസാരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായി സംസാരിച്ചുകൊണ്ട്, വയനാട് ജില്ലയിലെ ദളിത് ലീഗിൻ്റെ കമ്മിറ്റി ഉണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഭാഗമാക്കിയാണ് തന്നെ ഞാൻ ആ കമ്മിറ്റിയുടെ ഭാഗമായി അന്ന് പ്രവർത്തിച്ചിരുന്നു. പിന്നീട് അതിൽ നിന്നും വയനാട് ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹിയായി, പിന്നീട് അതിനുശേഷം വയനാട് ജില്ലാ കമ്മിറ്റിയുടെ പ്രതിനിധിയായിക്കൊണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ ഭാരവാഹിയായി. ആദ്യമായി ദളിത് ലീഗിൻ്റെ വനിതാ കമ്മിറ്റി ഉണ്ടാക്കുന്നത് ഞാൻ പ്രസിഡൻ്റായിക്കൊണ്ടാണ്. അപ്പം അങ്ങനെ ആ കമ്മിറ്റിയുടെ ഭാഗമായി പിന്നീട് അവിടെ നിന്നും ദേശീയ വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയിലേക്ക് എറണാകുളത്ത് ആലുവയിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടപ്പോഴാണ് ദളിത് ലീഗിൻ്റെ കമ്മിറ്റിയിൽ നിന്ന് നമുക്കറിയാം ഒരു പദവി എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ വന്നപ്പോൾ ദളിത് ലീഗിൻ്റെ കമ്മിറ്റിയിൽ നിന്നും ഞാൻ ദേശീയ വനിതാ ലീഗിൻ്റെ കമ്മിറ്റിയിലേക്ക് മാറി. ദേശീയ വനിതാ ലീഗിൻ്റെ കമ്മിറ്റി ഭാരവാഹിയായി 2015 നവംബർ മാസം മുതൽ പ്രവർത്തിച്ചു വരികയാണ്. ഇന്നും ദേശീയ വനിതാ ലീഗിൻ്റെ ഭാരവാഹിയായി തന്നെ തുടരുകയാണ്. അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ത്രീകളുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്. വയനാട് ജില്ലയിലുണ്ടായ പല പ്രശ്നങ്ങളിലും ഇടപെടാൻ സാധിച്ചിട്ടുണ്ട്. ആദിവാസി പിന്നോക്ക മേഖലയായതുകൊണ്ട് തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ. ഒപ്പം എനിക്ക് തോന്നുന്നു ഇന്ന് ഇത് പറഞ്ഞു വരുമ്പോൾ തന്നെ ഇന്നത്തെ ഒരു സമൂഹത്തിൽ ഇപ്പം നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരു സംവരണ സീറ്റിലേക്ക് ജനപ്രതിനിധികളായി വരിക എന്നതിനപ്പുറത്ത് എനിക്ക് തോന്നുന്നു മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ
വളരെ ആഴത്തിൽ പഠിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ മുസ്ലിം ലീഗിൻ്റെ കൂടെ ജീവിച്ച ഒരാൾ, മുസ്ലിം ലീഗിനെ അനുഭവിച്ച ഒരാൾ, അനുഭവിച്ചറിഞ്ഞ ആ നിലക്ക് ഈ ഒരു കാലയളവിൽ പിന്നെ ജയന്തി രാജൻ മുസ്ലിം ലീഗിനെ അനുഭവിച്ച ഒരാൾ എന്നുള്ള നിലക്ക് മുസ്ലിം ലീഗിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആളുകൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടാവും. അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അനുഭവങ്ങളിലൂടെ ജീവിക്കുകയായിരുന്നു ലീഗിനകത്ത്. എനിക്ക് തോന്നുന്നു, ഞാൻ പറഞ്ഞല്ലോ 2018-19 വർഷം വലിയ പ്രളയം പനമരം നേരിട്ടു. അവിടെ എനിക്ക് തോന്നുന്നു ആ പ്രളയ സാഹചര്യങ്ങളിൽ അന്ന് പനമരം എന്ന് പറയുന്ന ആ നാടിനെ പിടിച്ചു നിർത്തിയത് മുസ്ലിം ലീഗിൻ്റെ KMCCയുടെ ഒക്കെ പ്രവർത്തകർ കൊണ്ടുവന്ന സഹായങ്ങളാണ്. നാദാപുരത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ ഒരു സഹോദരൻ അവിടെ വസ്ത്രം മൊത്തം ഒരു അർദ്ധരാത്രിയിലെ വെള്ളം കയറി തികച്ചും അവർ കൊട്ടത്തോണികളിലൂടെയും ടെമ്പോയിലുമൊക്കെ കയറ്റി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, സ്കൂളുകളിലേക്കൊക്കെ മാറ്റി. പിന്നീട് അവർ തിരിച്ചു പോകാൻ അവിടെ തന്നെ ഒരു മാസക്കാലത്തോളം അവർ ക്യാമ്പുകളിൽ കഴിയേണ്ടി വന്നു. ആ സമയത്ത് അവർക്ക് മാറി ഉടുക്കാൻ ഒരു ഡ്രസ്സ് പോലും ഉണ്ടായിരുന്നില്ല. ഒരു തുണി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോൾ നാദാപുരത്തു നിന്നും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഒരു തുണിക്കട അങ്ങനെ വാങ്ങി വന്ന അനുഭവമൊക്കെ നമുക്കുണ്ടായി. അത്തരത്തിലേക്കുള്ള മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ഞാൻ ജീവിച്ചറിയുകയായിരുന്നു. അതുപോലെ അതുമാത്രമൊന്നുമല്ല, ഒരുപാട് അനുഭവങ്ങളിലൂടെ പിന്നെ പാർട്ടിയുടെ പ്രവർത്തക എന്നുള്ള നിലയിൽ പറയുന്നതല്ല, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാൻ മുസ്ലിം ലീഗിനെ കണ്ടത് ജീവകാരുണ്യ മേഖലയെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ എന്നുള്ളതാണ്. കാരണം ഇന്ന് അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. മനുഷ്യ സ്നേഹത്തിലൂന്നിയ, അതെ, മനുഷ്യരെ സേവിക്കുക അല്ലെങ്കിൽ മനുഷ്യരോട് സഹാനുഭൂതി, കരുണ കാണിക്കുക എന്നതിനേക്കാൾ സ്വാർത്ഥതയുടെ ഒരു ലോകമാണ് ഇന്ന്. ഉപഭോക്തൃ സംസ്കാരത്തിലാണ്. വീട്ടിനകത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് പകരം കുടുംബത്തോടൊപ്പം പോയി ഒരു നേരം പുറത്തിരുന്ന് കഴിച്ചിട്ട് എളുപ്പമാക്കുന്നത് എങ്ങനെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർക്കിടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെ ആരും ആരുടെയും ഒന്നും പങ്കുവെക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. 3 സെൻറ്റും 5 സെൻറ്റും സ്ഥലമാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഏക്കർ കണക്കിനുണ്ടെങ്കിലും അതിന് മതിലുകൾ തീർത്ത് അതിനുള്ളിൽ നമ്മുടേതായ ഒരു സ്വകാര്യത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നൊരു ലോകമാണ് ഇന്ന് ഉള്ളത്. അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ അധ്വാനിക്കുന്നതിൻ്റെ പങ്ക് മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നാഗ്രഹിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇന്ത്യയിലുണ്ടെങ്കിൽ അത് മുസ്ലിം ലീഗാണ്. കാരണം ഇതാരുടെയും കൈകളിൽ നിന്ന് ശേഖരിക്കപ്പെടുന്നൊരു സാധനമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും കമ്പനികൾ നമുക്ക് തരുന്ന ഫണ്ടുകൾ, അല്ലെങ്കിൽ മറ്റെവിടെ നിന്നെങ്കിലും നമ്മൾ വലിയൊരു എമൗണ്ട് കൊണ്ടുവന്ന് പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമല്ല. ഒരു സാമൂഹ്യ പ്രവർത്തനം മുസ്ലിം ലീഗ് ഒരു ശാഖയിൽ, ഒരു പഞ്ചായത്തിൽ, ഒരു നിയോജക മണ്ഡലത്തിൽ, ഒരു ജില്ലയിൽ നടത്തുന്നുണ്ടെങ്കിൽ, സംസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിലുള്ള ഫണ്ടെന്ന് പറയുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ കളക്ട് ചെയ്യുന്ന ഫണ്ടുകളാണ്. 2018 പ്രളയത്തിൽ, 2019 പ്രളയത്തിലൊക്കെ അത്തരത്തിലുള്ള ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ അവർ കൊണ്ടുവന്ന ഉൽപ്പന്നങ്ങൾ, സാധനങ്ങൾ, ആളുകൾക്ക് ആവശ്യമായ ജീവിതമാർഗം അവരെ പുനർനിർമ്മിക്കുകയാണ്. അതെ, ഇവിടെയും ഒരു അർദ്ധരാത്രി മുഴുവനും നഷ്ടപ്പെട്ടു പോയി. അവിടെ ഒരുപാട് ആളുകളെ നഷ്ടപ്പെട്ടു പോയി. അത് തീർത്താൽ തീരാത്തൊരു വിഷമത്തിലേക്ക് കൂടിപ്പോയി. ഇവിടെ എന്ന് പറഞ്ഞാൽ അവർ ഒരു മനുഷ്യൻ്റെ ആയുസ്സിൽ ജീവിച്ച മുഴുവൻ സമ്പാദ്യവുമാണ് ഒരു അർദ്ധരാത്രി നഷ്ടപ്പെട്ടു പോകുന്നത്. അവരുടെ വീട് എന്ന് പറയുന്ന ഒരു വസ്തു മാത്രം അവിടെ അവശേഷിക്കുകയും അതിനകത്ത് നിന്ന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യം ഉണ്ടായി. അവിടെ അവർക്ക് ജീവൻ്റെ ഒരു പ്രതീക്ഷ, ജീവിതത്തിൻ്റെ ഒരു പ്രതീക്ഷ, നിലനിൽപ്പിനുള്ള ഒരു പ്രതീക്ഷ നൽകുന്നത് അന്ന് മുസ്ലിം ലീഗാണ്. മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ രാജ്യമെമ്പാടുമുള്ള, ലോകത്തെമ്പാടുമുള്ള പ്രവർത്തകർ അവിടത്തേക്ക് സഹായങ്ങൾ വാഗ്ദാനം ചെയ്ത് അവിടെ എത്തിച്ചു. അതുതന്നെയാണ് നമുക്ക് മുണ്ടക്കൈ ചൂരൽമലയിലും കാണാൻ സാധിച്ചത്. അവിടെയും ഇതുപോലെ ജൂലൈ 30 നമുക്ക് ആ അർദ്ധരാത്രിയിലുണ്ടായ നമുക്ക് ആ ഒരു ഘട്ടം, അല്ലെങ്കിൽ ആ കടന്നുപോയ ഒരു സാഹചര്യം ഓർത്തെടുക്കാൻ തന്നെ പ്രയാസമുണ്ട്. ഇന്നും നമുക്കൊപ്പം കിടന്നുറങ്ങുന്ന ആളുകളെ നമ്മൾ കൈകൾ പിടിച്ച് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആളുകളെ ഒക്കെ കൈകളിൽ നിന്നും കുഞ്ഞുങ്ങൾക്ക്, മാതാപിതാക്കൾക്ക് കുഞ്ഞുങ്ങളെ, കുടുംബത്തിനകത്തുള്ള ആളുകളെയെല്ലാം നഷ്ടപ്പെട്ടു പോയ, കുടുംബം അങ്ങനെ തന്നെ നഷ്ടപ്പെട്ടു പോയ 41 അംഗങ്ങൾ വരെ ഒരു ഫാമിലിയിൽ നിന്നൊക്കെ ഒരു നഷ്ടപ്പെട്ടു പോയ സാഹചര്യമൊക്കെ മുണ്ടക്കൈയിലുണ്ടായി. അവിടെയും നമുക്കറിയാം ആദ്യം ഓടിയെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ്. ആ പ്രവർത്തനങ്ങൾക്ക് അവിടെ നിന്ന് തുടക്കം കുറിച്ച് നമ്മൾ കണ്ടതാണ്. നേരം വെളുക്കാൻ സമയത്തും ഈ മരണപ്പെട്ടു പോയ ആളുകളുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാൻ ആളുകളില്ല, സംസ്കരിക്കാൻ ആളുകളില്ല. ഇതാരുടേതാണ്
മകളാണെന്ന് തിരിച്ചറിയാത്ത സാഹചര്യം, ഒരു പൊന്നുമോളുടെ ശരീരമൊക്കെ പിന്നീട് DNA ടെസ്റ്റ് നടന്ന് 6 അടക്കം ചെയ്ത സാഹചര്യങ്ങളുണ്ടായി. ഇതൊക്കെ ഏറ്റുവാങ്ങാൻ, ഇല്ലെങ്കിൽ അവിടെ കണ്ട ആ ഭീകര ദൃശ്യങ്ങൾ, അവിടെ ഉണ്ടായ ആ ഭീകര അനുഭവങ്ങളെ എനിക്ക് തോന്നുന്നു നമ്മുടെ വൈറ്റ് ഗാർഡിൻ്റെ പ്രവർത്തകരെയൊക്കെ ട്രോമയിലാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നുപോയത് അതിജീവിക്കാൻ അവർക്കൊപ്പം നിൽക്കാൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ ഉണ്ടായി എന്നുള്ളതാണ്. ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞു. അവർക്ക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു എന്ന് മാത്രമല്ല, ഈ വരുന്ന ഫെബ്രുവരി 28 നമ്മൾ അവിടെ നമ്മുടെ നേതൃത്വത്തിൽ നമ്മൾ അതിൻ്റെ ഫണ്ട് കളക്ട് ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞു. നമ്മുടെ പ്രവർത്തകർക്കിടയിൽ നിന്ന് മുസ്ലിം ലീഗിൻ്റെ ആദരണീയനായ പ്രസിഡന്റ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഈ പ്രവർത്തനങ്ങൾ നിങ്ങളെ ഏറ്റെടുക്കണം എന്ന്. അവിടെ ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ പ്രവർത്തകരും മുന്നിട്ടിറങ്ങുകയാണ്. എന്നാൽ നമ്മുടെ മാത്രം ഫണ്ടല്ല, നമ്മുടെ ചുറ്റിനുമുള്ള ജീവകാരുണ്യത്തെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ കരുണയുള്ള മനുഷ്യരുടെ എല്ലാവരുടെയും കൈകളിൽ നിന്ന് ഇത് ശേഖരിക്കുക എന്ന് പറയുന്നതും വലിയൊരു പണിയാണല്ലോ. ആ ശേഖരിക്കാൻ മുന്നിട്ടിറങ്ങാൻ ആളുകൾ വേണമല്ലോ. ആ ഒരു സാഹചര്യം മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരിൽ നിന്നുണ്ടായി എന്നുള്ളതാണ്. അങ്ങനെ മുന്നിട്ടിറങ്ങി അവർ അതിനുവേണ്ടി ശ്രമിച്ചു. ഏകദേശം 40 കോടി രൂപ നമ്മൾ അത്തരത്തിൽ ശേഖരിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതും ഒറ്റ മാസക്കാലം കൊണ്ട് 30 ദിവസം കൊണ്ട് ഒരു 40 കോടി രൂപ കളക്ട് ചെയ്തു. ആളുകൾ വീടുകൾ സ്പോൺസർ ചെയ്തു. ഈ ഫണ്ട് നമ്മൾ കളക്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു കേരളത്തിൽ വേറൊരു പൊളിറ്റിക്കൽ സംഘടനയും അത്തരത്തിലുള്ള ഒരു മൂവ്മെൻറ്റ് നടത്തിയിട്ടില്ല. നമ്മളൊരു ആപ്പ് ഉണ്ടാക്കി തികച്ച് സുതാര്യമായി. ഇന്നും ആ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ, ഫോർ വയനാട് എന്ന് പറയുന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നമുക്കറിയാം അതിനകത്ത് 1 രൂപ നാണയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിലും അതെന്തിനു വേണ്ടിയാണ് എന്ന് ഒരു സോഷ്യൽ ഓഡിറ്റ് ചെയ്യാൻ കഴിയുന്ന നിലയിൽ സുതാര്യമായി തികച്ചും എന്താ പറയുക ധാർമ്മികമായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം സൃഷ്ടിച്ച് അവിടെ നിന്ന് 105 വീടുകൾക്ക് വേണ്ടിയുള്ള ഭൂമി കണ്ടെത്തി അതിൻ്റെ പണികൾ ആരംഭിച്ചു. നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 28 നമ്മൾ 50 വീടുകളുടെ പണി പൂർത്തീകരിച്ച് ആളുകൾക്ക് നൽകാൻ പോവുകയാണ്. അതിൻ്റെ പിന്നെ ആളുകളെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നമ്മളവിടെ ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും നോക്കിയിട്ടില്ല. അവിടെ ചേർത്ത് പിടിക്കുന്നിടത്തും നമ്മൾ ഒരാളെയും വേർതിരിച്ച് കണ്ടിട്ടില്ല. ഇല്ലെങ്കിൽ ഇത് ഒരു മുസ്ലിം സമുദായത്തെ മാത്രം ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ വേറൊരു സമുദായത്തെ ചേർത്ത് പിടിക്കുക, അല്ലെങ്കിൽ മറ്റൊരാളെ മാറ്റി നിർത്തുക എന്നൊന്നും അവിടെ ചെയ്തിട്ടില്ല. കാരണം നമ്മൾ ആ സമയങ്ങളിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ലോകം കണ്ടതാണ്. പല സഹോദരിമാരും തങ്ങളുടെ വേദനകളും തങ്ങൾക്ക് നൽകിയ പിന്തുണയും ഒക്കെ മുസ്ലിം ലീഗിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള വാക്കുകൾ. ഇപ്പോൾ മുസ്ലിം ലീഗിലേക്ക് വന്നതിന് ശേഷം പാണക്കാട് കുടുംബം മുസ്ലിം ലീഗിൻ്റെ നേതൃസ്ഥാനത്തിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലക്ക് പാണക്കാട് കുടുംബത്തിൻ്റെയും അതുപോലെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലുള്ള നേതാക്കന്മാരുടെയൊക്കെ ഒരു പിന്തുണയും സഹകരണവും അതെങ്ങനെയാണ് ഓർക്കുന്നത്? തങ്ങളെക്കുറിച്ച് പറയുമ്പോഴേ എന്താ പറയുക, വളരെ ആദരവോടുകൂടിയാണ് ഞാൻ കാണുന്നത്. കാരണം ഒരു സമുദായത്തെ നയിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലാണ് ഈ ലോകം പാണക്കാട് കുടുംബത്തെ കാണുന്നത്. അതിനേക്കാൾ ഉപരിയായി അദ്ദേഹം വലിയൊരു പൊളിറ്റീഷ്യനാണ്. വളരെ വലിയ ആശയങ്ങളും ആശയവ്യാപ്തിയും അതുപോലെ ദീർഘവീക്ഷണവും തികച്ചും ഗൗരവകരമായി ഒരു പൊതുസമൂഹത്തെ നോക്കിക്കാണുന്ന, മതസൗഹാർദ്ദം ഈ ലോകത്ത് നിലനിൽക്കണം, രാജ്യത്ത് നിലനിൽക്കണം, നമ്മുടെ സംസ്ഥാനത്ത് ഒരു സൗഹാർദ്ദം ഉണ്ടാവണം എന്നാഗ്രഹിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ് അദ്ദേഹം. വളരെ ആദരവോടുകൂടെയാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. ഞാൻ ആദ്യമായി ദൂരെ നിന്ന് ചാനലുകളിലൂടെയും വാർത്തകളിലും അല്ലെങ്കിൽ പാർട്ടി പരിപാടികളിൽ വേദിയുടെ അറ്റത്തിരുന്നൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി കാണുന്നത് എനിക്ക് തോന്നുന്നു ചെതലയത്ത് വെച്ചാണ്. എൻ്റെ നാടിൻ്റെ തൊട്ടടുത്തുള്ള ചെതലയം എന്ന് പറയുന്ന ഗ്രാമത്തിൽ മുസ്ലിം ലീഗിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ തങ്ങളെത്തി. തങ്ങളുടെ പ്രോഗ്രാമിൽ ഞാനും പങ്കെടുക്കാൻ പോയി. ഒപ്പം തങ്ങളെ കാണുക എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നയാളാണ് എന്ന് പരിചയപ്പെടുത്തിയപ്പോൾ അവിടുത്തെ പിന്നെ പാർട്ടിയുടെ നേതാക്കൾ പരിചയപ്പെടുത്തിയ സമയത്ത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അദ്ദേഹം കഴിക്കുന്ന ഭക്ഷണമേശയുടെ സൈഡിലൊരു ചെയർ ഇടിപ്പിച്ച് അവിടെ എന്നെ കൂടെ ഇരുത്തി ഭക്ഷണം കഴിക്കാൻ ക്ഷണിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നു എന്നെ സംബന്ധിച്ചത് ഒരിക്കലും മറക്കാനാവാത്തൊരനുഭവമാണ്. കാരണം ഞങ്ങളെ സംബന്ധിച്ച് വയനാട് ജില്ല എന്ന് പറയുന്നത് ഒരു പിന്നോക്ക ജില്ലയാണ്.
ആദിവാസി പിന്നോക്ക സമൂഹം തിങ്ങിപ്പറക്കുന്ന ഒരു മേഖലയാണ്. അവിടെ ഒരു മാറ്റി നിർത്തപ്പെടലുകൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ പിന്നോക്ക ആദിവാസി സമൂഹം കോടാനുകോടി കണക്കിന് രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഭരണകൂടങ്ങളും മാറ്റിവെച്ചാലും ഉയർന്നു വരാത്തതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവരിലൊരു ആത്മവിശ്വാസം ഉണ്ടാക്കുക എന്നുള്ളതിൽ പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതുകൊണ്ടാണ്. ഈ ആത്മവിശ്വാസം നൽകുന്ന കാര്യത്തിൽ എനിക്ക് തോന്നുന്നു തങ്ങൾ അന്ന് തന്നൊരു പ്രചോദനം, അല്ലെങ്കിൽ തങ്ങൾ അന്ന് എനിക്ക് തന്നൊരു പരിഗണന, ആ പരിഗണന എൻ്റെ വളർച്ചയിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ ഒരു പരിഗണന ലഭിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ, അത് നമുക്ക് നമ്മുടെ വളർച്ചയുടെ ഘട്ടങ്ങളിൽ നമുക്ക് വലിയ സഹായമായി മാറും. അങ്ങനെ ഞാൻ ഇപ്പോഴും എനിക്ക് തോന്നുന്നു പാണക്കാട് ഇപ്പം തങ്ങളടക്കമുള്ള തങ്ങൾ നേതൃത്വം കൊടുക്കുന്ന, എനിക്ക് ഇപ്പോഴും അത് ഉൾക്കൊള്ളാൻ തന്നെ ഞാൻ അതിലേക്ക് എത്തിയിട്ടില്ല. ദേശീയ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹി എന്നുള്ള പദവിയിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ എനിക്ക് തോന്നുന്നു ഈ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച ഖൈദെ മില്ലത്തിനെ പോലെ, ബാഫ്ക്കി തങ്ങളെ പോലെ ഒരുപാട് ആദരണീയരായ മഹാന്മാരായ നേതാക്കൾ ഇരുന്ന ആ ഡിസിഷൻ മേക്കിംഗ് ചെയറിൽ തങ്ങളിരിക്കുന്നതിൻ്റെ ഒരറ്റത്തിരിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോഴും അത് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനുമായിട്ടില്ല. ആ ഒരു അംഗീകാരത്തിലേക്ക് ഉള്ള തീരുമാനങ്ങൾക്ക് പിന്നിൽ ഈ പാർട്ടിയുടെ പ്രസിഡൻ്റ് എന്നുള്ള നിലയിൽ ഏറെ ബഹുമാനീയനായ തങ്ങളുടെ കാഴ്ചപ്പാടുകളുണ്ടാവാം. ഒപ്പം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ ആദർശങ്ങളെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ നയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ UDFലെ തന്നെ പ്രധാനപ്പെട്ട കക്ഷി എന്നുള്ള നിലയിൽ ഈ സംഘടനാ സംവിധാനത്തെ ഏറ്റവും ഭംഗിയായി കേരളത്തിലെ ജനങ്ങൾക്കുള്ളിൽ വിശ്വാസമുറപ്പിക്കുന്ന കാര്യത്തിൽ നമ്മുടെ ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ വളരെ വലിയ സുദീർഘമായ പ്രവർത്തനങ്ങളാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്കൊന്നും അദ്ദേഹത്തിനറിയില്ലെങ്കിലും ഞാനും അദ്ദേഹവുമായിട്ടുള്ള ബന്ധമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കുട്ടിക്കാലത്ത് മരണപ്പെട്ടു പോയ എൻ്റെ പിതാവ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പിതാവിൻ്റെ എസ്റ്റേറ്റിലാണ് ആളുകളെ തൊഴിൽ ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്ന, മാനേജ് ചെയ്തിരുന്ന വ്യക്തി എന്ന് പറയുന്നത് കക്കോടൻ മൂസ ഹാജിയുടെ. അപ്പോൾ ആ നിലയ്ക്ക് എനിക്ക് തോന്നുന്നു അത്ര വലിയൊരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന PK കുഞ്ഞാലിക്കുട്ടി സാഹിബും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുമൊക്കെ എന്നെ സംബന്ധിച്ച് ഗുരുക്കന്മാരാണോ ദൈവതുല്യരാണോ അതിനെ എങ്ങനെയാണ് കാണേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം അത്രയും ഉയരത്തിലുള്ളൊരു സ്ഥാനത്താണ് അവരെൻ്റെ ജീവിതത്തിലുള്ളത്. മുസ്ലിം ലീഗുകാരിയാണ് എന്നൊരു കാരണം എന്തെങ്കിലും സ്വന്തം സമുദായത്തിനിടയിലോ അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള സറൗണ്ടിങ്സിൽ എന്തെങ്കിലും ആക്ഷേപത്തിന് കാരണമായിട്ടുണ്ടോ എന്നുള്ളതാണ്. എൻ്റെ നാട്ടിലെ ചില ആൾക്കാർ എന്നെ ജയന്തി താത്ത എന്ന് വിളിക്കാറുണ്ടായിരുന്നു. പിന്നെ പല ആൾക്കാരും എന്നോട് പറയും, ഇനിയിപ്പോൾ തട്ടവിട്ട് കാണേണ്ടി വരുമോ, പള്ളിക്കണ്ടി വന്ന് കാണേണ്ടി വരുമോ, മരണപ്പെട്ടു പോയ ദേശീയ സെക്രട്ടറി അതിനുശേഷം കുറേ കമൻറ്റുകൾ അങ്ങനെ അതെ അത് സോഷ്യൽ മീഡിയയിൽ അല്ല, ഇത് നേരിട്ട് അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കേൾക്കേണ്ടയും നേരിടേണ്ടയും സാഹചര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മുസ്ലിം ലീഗിനകത്ത് വന്നതിന് ശേഷം ഞാൻ വളരെ വലിയൊരു ഭക്തിയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ പാർട്ടി എന്നോട് പറഞ്ഞത് ഒരു നല്ല മനുഷ്യനാവണമെങ്കിൽ ഒരു നല്ല മതവിശ്വാസിയായിരിക്കണം. ഒരു മനുഷ്യനെ നന്മയിലേക്കും സത്യത്തിലേക്ക് നയിക്കണമെങ്കിൽ അവനിൽ ആത്മീയത ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആത്മീയത ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഹൃദയം മാത്രമാണ് വിശാലമായിരിക്കുക. അവന് മാത്രമാണ് മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ കഴിയുക. ഞാനിപ്പോൾ ആലോചിക്കുകയാണ്, അതിനുശേഷം ഒരു അർദ്ധരാത്രിയിൽ 9:30 മണിക്ക് ഡോക്ടർ അമീർ അലി ഞങ്ങളുടെ ജില്ലാ കോർഡിനേറ്റർ സമദ് കണ്ണിയനുമായി വന്ന് അവിടെ നിന്ന് ഏകദേശം ഒരുപാട് മലം, കെട്ടിക്കിടന്ന മലം നീക്കം ചെയ്ത് ആ മാലിന്യമെല്ലാം ചുമന്ന് എൻ്റെ അമ്മ പോകേണ്ട സാഹചര്യത്തിൽ പോകുക എന്നല്ല, നമ്മൾ മക്കൾ കൊല്ലുകയാണ്. വയനാട്ട് ജില്ലക്കാരല്ലേ, വള്ളി തൂങ്ങി വന്നതാണ്, ടാർസനാണ് എന്നുള്ള നിലയിൽ നമ്മളെ ആദിവാസികളുടെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, നമ്മൾ ആദിവാസികളാണ്, എല്ലാവരും ആദിവാസികൾ എന്തോ മോശപ്പെട്ട ആൾക്കാരാണ് എന്നുള്ള നിലയിൽ കാണുന്ന ഒരു സമൂഹം ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ അത്തരത്തിലുള്ള ഒരു വേർതിരിവുകളും മുസ്ലിം ലീഗിനകത്തില്ല എന്നുള്ളതാണ്.